ആദാമിനെ ഏദൻ തോട്ടത്തിൽ പാർപ്പിച്ച ദൈവം അത് ദൈവം എന്നാണ് പറയുന്നത്. അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും പ്രത്യക്ഷപ്പെട്ടത് സർവ്വശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നു. ഇസ്രായേലിനും മോശയ്ക്കും യഹോവയായ ദൈവമായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവിടെ ഈ 3 പ്രാവശ്യം 3 പേരിൽ ദൈവം അവിടെ വെളിപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് ഞാൻ തന്നെ, ഞാനാകുന്നവനാകുന്നു. സ്തോത്രം. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുത്. ഇതെല്ലാം വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. സ്വർഗീയ പിതാവ് മനുഷ്യരോട് സംസാരിക്കുമ്പോൾ ഒരു മനുഷ്യരോടും നേരിട്ട് ദൈവം സംസാരിച്ചിട്ടില്ല. കാരണം എന്താ? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. യേശു കർത്താവ് പറഞ്ഞു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അപ്പോസ്തലന്മാർ പറഞ്ഞു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ഇറങ്ങി വരികയും ആദാമിനോട് സംസാരിക്കുകയും ആദാമിനെ ഏദൻ തോട്ടത്തിൽ പാർപ്പിക്കുകയും ആദാമിൻ പാപം ചെയ്തപ്പോൾ തേജസ് മാറിപ്പോയപ്പോൾ നഗ്നനായി എന്ന് പറഞ്ഞപ്പോൾ വസ്ത്രം ഉടുപ്പിച്ചു കൊടുത്തത് ദൈവം. അതും ദൈവമാണ്. പക്ഷേ മോശയ്ക്ക് ഇസ്രായേൽ ജനത്തിനും ഇറങ്ങി വന്ന ദൈവം, 10 പ്രമാണം മോശ മുഖാന്തരം കൊടുത്ത ദൈവം, ആ ദൈവവും അതേപോലെ തന്നെ പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 9 മുതൽ വായിക്കുമ്പോൾ അവിടെ മോശയും അഹരോനും നാദാബും അബീഹൂവും ഇസ്രായേൽ മൂപ്പന്മാർ 70 പേരും കൂടെ കയറി ചെന്ന് ഇസ്രായേലിൻ്റെ ദൈവത്തെ കണ്ടു, ഭക്ഷണപാനീയം കഴിച്ചു, തൃക്കയ്യാലൊന്നും ഭവിച്ചില്ല എന്ന് അവിടെ നമ്മൾ കാണുന്നു. അതും ആ ദൈവവും. ഇവിടെയെല്ലാം പ്രത്യക്ഷപ്പെട്ടത് ആരാണെന്ന് നമുക്ക് വ്യക്തമായി പുതിയ നിയമത്തിലാണ് കാണുന്നത്. പഴയ നിയമത്തിൽ ആ പുത്രൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ ഇല്ല. അത് പുതിയ നിയമത്തിലാണ് നമ്മൾ കാണുന്നത്. കാലസമ്പൂർണത വന്നപ്പോൾ സ്ത്രീയുടെ സന്തതിയായി മനുഷ്യപുത്രനായിട്ട് വന്നു. ആരാ ദൈവപുത്രൻ? ആരാ ദൈവപുത്രൻ? ക്രിസ്തു. ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കുന്നതെല്ലാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ ക്രിസ്തു ജഡത്തിൽ വന്നു, ഒരു മനുഷ്യപുത്രനായി ജനിച്ചു, മനുഷ്യപുത്രനായി വളർന്നു. അവൻ മനുഷ്യപുത്രനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ കാണുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ മനുഷ്യപുത്ര